ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള നമ്മുടെ ജേർണിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള സംശയം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പലരുടെയും ചിന്തയെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തോ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പലരും പറയുന്നത്. പിന്നെ യൂട്യൂബിൽ നമ്മളിങ്ങനെ വാരിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ ഇത്രയും നാളത്തെ അനുഭവങ്ങളും കാര്യങ്ങളും, ഞങ്ങൾക്കുണ്ടായ ഉയർച്ച താഴ്ചകളും, ഞങ്ങൾക്കുണ്ടായ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങളിന്ന് പങ്കുവയ്ക്കാൻ പോവുകയാണ് നിങ്ങളുമായിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഡോറയ്ക്ക് ഇതുവരെയും കണ്ടൻറ്റ് എന്താണെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ പറയുമ്പോഴാണ് പുള്ളിക്കാരി ഈ കണ്ടൻറ്റ് മനസ്സിലായത്. അതാണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ബ്ലിങ്കസിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ വൈഫ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ ഇങ്ങനെ ഉന്തി 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 വിട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മളെ റീൽസ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പം എല്ലാവരും പറയും ഇങ്ങനെ ചാനൽ തുടങ്ങുന്ന. ഞാൻ കല്യാണത്തിന് മുന്നേ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു സാറുമാരെന്നെ കളിയാക്കുമായിരുന്നു. ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴും എനിക്ക് ചാനലുണ്ടായിരുന്നു, പക്ഷേ വീഡിയോസ് ഒന്നും അങ്ങനെ ഇട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ചാനലിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആദ്യമേന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമുക്കൊന്നും അറിയത്തില്ല. അപ്പം നമ്മളാണെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനത്തെ വീഡിയോ ഇടും, ഇങ്ങനത്തെ വീഡിയോ ഇടും എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞങ്ങൾ എന്നിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതലും ചെയ്തതെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്നത് എടുത്ത് ഇങ്ങോട്ട് വന്ന് ഇടുക. അപ്പോൾ നമുക്ക് എന്താ പണി കിട്ടുന്നതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അടിക്കുമായിരുന്നു നമുക്ക്. നമ്മൾ എപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ടാലും നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ ഈ കോപ്പിറൈറ്റ് എന്താണെന്നോ ഇതെങ്ങനെ മാറ്റണമെന്നോ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പറഞ്ഞു തരാം. സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമുക്കുണ്ടായ ഏറ്റവും മോശമായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, നമുക്ക് യൂട്യൂബ് നടത്തുന്ന പലരെ നമുക്ക് പരിചയമുണ്ടെങ്കിലും ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളും ഒന്നും പറഞ്ഞു തരില്ല. അതാണ് ഏറ്റവും വലിയ ഈ വർഷങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന പല ആൾക്കാരും നമുക്ക് പരിചയമുണ്ടായിരുന്നു. പക്ഷേ പലരോടും നമ്മൾ തിരക്കിയിട്ട് ഒരാളും നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് നടത്തേണ്ടത്, എന്ത് വീഡിയോ ഇടണം, എങ്ങനെയാണ് അത് മോണിറ്റൈസേഷൻ ചെയ്യുന്നത്, മോണിറ്റൈസേഷന് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യണം, നമുക്കിതൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാ വെറുതെ എന്തൊക്കെയോ വീഡിയോസ് വാരിക്കൊണ്ട് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു 19K ഫോളോവേഴ്സായി, ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സായി യൂട്യൂബിൽ. അപ്പം ഞങ്ങളറിയാവുന്ന കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയല്ലോ, അപ്പം മോണിറ്റൈസേഷൻ ആയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്താണെന്ന് പോലും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് യൂട്യൂബിലിങ്ങനെ ഈ യൂട്യൂബ് ചാനലുകാർക്ക് 4 ലക്ഷം ഉണ്ട്, ഈ യൂട്യൂബ് ചാനലുകാർക്ക് 5 ലക്ഷം ഉണ്ട്, 2 ലക്ഷം കിട്ടുന്നുണ്ട് മാസം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യോ അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും മാസം ഒരു 10,000 രൂപ വെച്ച് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങളിങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഡോറ പ്രഗ്നൻ്റ് ആയി, ഡോറ ഒരു 5-ാം മാസം ആയപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ നമുക്ക് ആവുന്നത്. കാരണം അത്രയും നമ്മൾ ഇടയ്ക്ക് ഷോർട്സ് ഇടും, ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞോ. അല്ല, അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ പിന്നെ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വഴിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പരിചയമുള്ള 1-2 പേരോട് ചോദിച്ചപ്പോൾ അവർക്കും അറിയത്തില്ല. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് വലിയൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന എപ്പിക് കപ്പിൾ എന്ന് പറയുന്ന ഒരു ഫാമിലി ആട്ടോ. ഡോറയുടെ നാട്ടിലുള്ളവരാണ്. പക്ഷെ ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അവരാണ് നമുക്ക് A to Z കാര്യം, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്ത് എല്ലാം നല്ല സേഫായിട്ട് അവരാണ് നമുക്ക് ചെയ്തു തന്നത്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല ഇത് ശരിയാകും, ഇത് പറ്റുമോ, ഇതെങ്ങനെയെന്നൊക്കെ ഉള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. കാരണം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൈസ വരും. പക്ഷെ അപ്പോഴും നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ വരുമോ. ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ നിന്ന് പൈസ തരാൻ വേണ്ടി യൂട്യൂബിൽ എന്താണ് ഉള്ളത്, യൂട്യൂബിൽ നിന്ന് എന്തിനാ പൈസ ആൾക്കാർക്ക് കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചിന്തിച്ച സമയങ്ങളുണ്ട്. അപ്പോൾ പിന്നെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ, ഇപ്പം യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം 5 ലക്ഷം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് കൂടുതലും ആയിക്കോട്ടെ കുറവായിക്കോട്ടെ, പക്ഷെ എന്നും കരുതി ഒരിക്കലും നമുക്ക് ലക്ഷങ്ങൾ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എത്രമാത്രം റീച്ച് ഉണ്ടോ, അതല്ലെങ്കിൽ എത്രമാത്രം പേര് കാണുന്നുണ്ടോ, അതനുസരിച്ച് മാത്രമേ നമുക്ക് ഇൻകം കിട്ടത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് 2 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപ ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം, ഇത് നമ്മക്കും അറിയത്തില്ലാത്ത കാര്യമായിരുന്നു. നമ്മളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും ഉള്ളത് പറയണമല്ലോ. പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങി നമുക്കൊരു എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം 5 ലക്ഷം ഉള്ളവർക്ക് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം ഒന്നുമില്ല.
എന്തുമാത്രം നമ്മുടെ വീഡിയോസ് കാണുന്നു, റീച്ച് ഉണ്ടോ അതനുസരിച്ച് മാത്രമേ നമുക്ക്, അതും ഡോളർ കൂടുന്നു അനുസരിച്ച് മാത്രമേ നമുക്ക് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറത്തുള്ളൂ. പക്ഷെ അത് 10,000 ആയിരിക്കാം, ചിലപ്പോൾ 5,000 ആയിരിക്കാം, 5,000 അല്ല 8,000 ആയിരിക്കാം, 15, 20, 25 ആയിരിക്കാം. നമുക്ക് എന്തായാലും ഇതുവരെ ലക്ഷങ്ങൾ കിട്ടി തുടങ്ങിയിട്ടില്ല. അത് ഞങ്ങൾ മുന്നേ പറയുക. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ വീഡിയോസും കാര്യങ്ങളും എന്ത് ഇടണമെന്നൊന്നും അറിയത്തില്ല. അപ്പം പലരും പറയുന്നുണ്ട് കണ്ടന്റ് നോക്കണ്ട, വെറുതെ നിങ്ങൾ വീഡിയോ വാരി ഇട്ടോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്ന്, ഞങ്ങൾക്ക് ആ സമയത്ത് സമയമില്ലായിരുന്നു യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടി. രണ്ടാമത് എന്ത് വീഡിയോസ് ഇടണമെന്ന് അറിയത്തില്ല. മൂന്നാമത് ഇടേണ്ട വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. എഡിറ്റ് ചെയ്യാനുള്ള ആപ്പ് ഏതാണെന്ന് അറിയത്തില്ല. ഈ വക കാര്യങ്ങളൊന്നും അറിയാവുന്നവർ പറഞ്ഞു തന്നിട്ടുമില്ല. ഞങ്ങൾ ഇൻഷോട്ടിലും പിന്നെ വേറെന്തായാലും നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത് കൈൻ മാസ്റ്റർ, അങ്ങനെയുള്ള കുറേ ആപ്പുകളൊക്കെ ചെയ്യുമ്പോ ഇതിന്റെ പേരെല്ലാം ആ വീഡിയോയിൽ വരികയും ചെയ്യും. അപ്പം നമ്മൾ ഇതിലൊക്കെയാണ് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത്, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് വീഡിയോസ് ഒക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇട്ടിരുന്നത്. പിന്നെ നമ്മൾ തന്നെ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് ഇങ്ങനെ കണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടാണ് പിന്നെ നമ്മൾ അതനുസരിച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് മോണിറ്റൈസേഷൻ ആയി. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് ഡോറ പറഞ്ഞ പൈസ കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. എല്ലാം സേഫായിട്ട് അവർ ഏകദേശം ഒരു 3-4 ദിവസത്തെ പണി അവരെടുത്തു എന്ന് തോന്നുന്നു. എല്ലാം സേഫായിട്ട് നമുക്ക് പക്ക ക്ലിയർ ആയിട്ട് ആ എപ്പിക്കപ്പ്, അത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പല കാര്യങ്ങളും ചോദിച്ചിട്ട് പലരും പറഞ്ഞു തന്നില്ല. പക്ഷേ എപ്പിക്കപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഫാമിലി നമ്മളെ ഇത്രയും ഹെൽപ്പ് ചെയ്ത്, അതും അത്രയും വലിയൊരു യൂട്യൂബർ, നിങ്ങൾക്കറിയാലോ അത്രയും വലിയ യൂട്യൂബർ, എന്തോ പിന്നെ വാ ഇരിക്കാം, അത്രയും വലിയ യൂട്യൂബേഴ്സ് നമ്മൾ അത്രയും, അന്ന് നമ്മളൊന്നും ഒന്നുമല്ല ആ സമയത്ത് നമ്മളെ അപ്പോൾ ആ സമയത്ത് നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്തു. അതിലൊരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പോഴും അതുപോലെ എന്തെങ്കിലും ഒരു ഇതുപോലെ നമുക്ക് അറിയത്തില്ലാത്ത സംശയം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അവരോടാ ചോദിക്കുന്നത്. അവരത് ഇപ്പോഴും ഇപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉണ്ട്, എന്നാലും നമ്മുടെ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ഉറപ്പായിട്ട് റീഡ് ചെയ്ത് നമുക്ക് സമയമുള്ള അനുസരിച്ച് അവർ മറുപടി റിപ്ലൈ തരാറുണ്ട്. എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു തരാറുണ്ട്. ചേട്ടായുടെ കൂടെ ചെല്ലേ. അപ്പം എം വീഡിയോ എടുക്കട്ടെ. ഗ്ലാസ്സിൽ നോക്കാതെ അങ്ങോട്ട് പോകും. എൻ്റെ ചെരുപ്പം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ അനുഭവങ്ങളെന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമുക്കാണെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത് ഞങ്ങൾക്ക് 7,000 രൂപയും കണ്ട ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത്. കാരണം ആ സമയത്ത് ഡോളറിൻ്റെ മൂല്യം കുറവായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് 7,000 സംതിങ് ആയിരുന്നില്ലേ, 7 സംതിങ് കണ്ടായിരുന്നു. അത് പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അതും ആ പൈസ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് ഡോറയ്ക്കാണെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡോറ 7-ാം മാസത്തിൽ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്ന ഏത് മാസത്തിലാണെന്ന് ആലോചിച്ചോളാം. ഡോറയുടെ 7-ാം മാസത്തിൽ. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 കൊല്ലം ആയിരുന്നു. അപ്പോഴത്തേക്ക് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്ന് വെച്ചാൽ 4,000 വാച്ച് അവറും 1,000 സബ്സ്ക്രൈബറും ഒക്കെ ആകണം. അത് നമുക്ക് എത്ര നാളും കൊണ്ട് എത്തി? 2 കൊല്ലം എടുത്തു. കാരണം വെച്ചാൽ ഇതിനകത്ത് എങ്ങനെ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, ഇതൊന്നും നമുക്ക് അറിയത്തില്ല, പറഞ്ഞു തരാനും ആരുമില്ല. അപ്പം ഡോറയുടെ 7-ാം മാസത്തിൽ ഡോറയെ അവിടെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഡോറയ്ക്ക് ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അത് ഫുൾ ഇത് അലർജി ടെസ്റ്റ്, ഫുൾ അലർജി ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇടുക്കിയിൽ നിന്ന് വന്നിട്ട് വീണ്ടും കരുനാപ്പള്ളി വന്നാൽ ചെയ്യേണ്ടത്. അങ്ങനെ വരുന്നതിൻ്റെ അന്നാണ് ഈ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഞങ്ങൾ ചാനൽ തുടങ്ങി ഡോറ പ്രഗ്നൻ്റ് ആയി 7-ാം മാസത്തിൽ കേട്ടോ. അപ്പം അന്നേരം ഞങ്ങൾക്കാണെങ്കിൽ കൺഫേം ആയി, ഇതിൽ നിന്ന് പൈസ അപ്പോൾ കിട്ടും ഇല്ലേ എന്നിങ്ങനെ ഞങ്ങൾക്ക് തോന്നി. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ സ്ഥിരം ഞങ്ങളാണെങ്കിൽ അന്ന് ഷോർട്സ് ഇടുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ലോങ് വീഡിയോ ഇടാൻ, ഷോർട്സ് എടുക്കാനൊന്നും അങ്ങനെ ഇതില്ലായിരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നിൻ്റെ കാലാണ് തട്ടും, ഞാൻ കുറേ നേരം കൊണ്ട് കാലിരുന്ന് നോക്കുക അതെന്തോ തട്ടുന്നു. അപ്പോഴാണെങ്കിൽ ഞങ്ങൾ ലോങ് വീഡിയോസ് ആയിരുന്നു കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ആ ഒരു 7,000, 8,000, 12,000, 15,000, 17,000, വീണ്ടും നെട്ടനെ പോയി 7,000, പിന്നെ വീണ്ടും പോയിട്ട് 2 മാസം പേയ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ. പേയ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ ഡോറ പിന്നെ തളർന്നു പോയി. പിന്നെ ആണെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ എത്തി. അങ്ങനെയൊക്കെ വന്നപ്പോൾ അങ്ങനെ കുറേ ഡെലിവറി വ്ളോഗ്, ഹോസ്പിറ്റൽ വ്ളോഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഇടയ്ക്ക് കുറച്ച് വൈറലായിരുന്നു, റീച്ച് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒരുപാട് താണുപോയി. ഇപ്പം ഞാൻ
ബാക്കി പറഞ്ഞു തരാൻ പറയാം. അപ്പം കുറേ നമുക്ക് താണു പോകേണ്ട അവസ്ഥ വന്നു. താണുപോയെന്ന് വെച്ചാൽ 2 മാസം നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടാതെയായി. പേയ്മെൻറ്റ് കിട്ടാതെന്ന് വെച്ചാൽ വീഡിയോസ് ഇടാൻ പറ്റാതെ 2 മാസം അങ്ങനെ പേയ്മെൻറ്റ് കിട്ടാതായി. പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. ആ സമയത്ത് ഡോറ തളർന്ന് വീഴുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നോക്കണം, വീട്ടിലെ പാചകം, കൊച്ചിന് ഹാർട്ടിൻ്റെ ആ സമയത്ത് കുറച്ച് പ്രശ്നം കൂടുതലായിരുന്നു കുഞ്ഞിന്. അപ്പം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, എല്ലാം സത്യത്തിൽ ഞാനിങ്ങനെ കിടന്ന് ഓടുമായിരുന്നു. ഇതിനൊക്കെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സമയമായിരുന്നു അത്. അപ്പം പല ആൾക്കാരുടെയും വിചാരം എന്ന് വെച്ചാൽ ആ സമയം തൊട്ട് ഞങ്ങൾ ലക്ഷങ്ങൾ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ആ സമയത്ത് 20,000 തികച്ച ആ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. കാരണം വീഡിയോസ് നിങ്ങൾക്കറിയാം, വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. വീഡിയോസ് ഇട്ടില്ലെങ്കിൽ വരുമാനം ഉണ്ടാവത്തില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കുറേ ആൾക്കാർ ആ സമയത്ത് പിന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തു. എന്ന് വെച്ചാൽ ഡോറ എന്തായാലും കിടപ്പാണ്, നമുക്ക് വരുമാനവും വേണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഈ 1:30 വരെ അടുക്കളയിൽ പാചകം, എന്നുവെച്ചാൽ രാവിലെ കാപ്പി കൊടുക്കുക, പിള്ളേരെ സ്കൂളിൽ വിടുക, ഇവർക്ക് ഫുഡ്, അങ്ങനെയൊക്കെ നോക്കി ഉച്ച വരെ ഞാൻ എൻ്റെ അടുക്കളപ്പണിയെല്ലാം തീർത്തിട്ട് ഉച്ചയാകുമ്പം വരും. വീണ്ടും വന്നിട്ട് പിന്നെ ഇവൾ കഞ്ഞി കുടിക്കുന്നതും മെഡിസിൻ കഴിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ടും ഈ ഹോസ്പിറ്റൽ വീഡിയോസ് അല്ലെങ്കിൽ വയ്യാന്നുള്ള വീഡിയോസൊക്കെ ആ സമയങ്ങളിൽ കൂടുതലായിട്ട് വന്നത്. കാരണം എനിക്ക് ആകെ പിന്നെ എടുക്കാൻ പറ്റുന്ന വീഡിയോസ് അതൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫുള്ള് ഉച്ച വരെ അടുക്കളയിലായിരിക്കും. പിന്നെ വന്നാലും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, തുണി കഴുകാൻ കിടക്കുന്ന, പാത്രം കഴുകാൻ കിടക്കുന്ന, ഇവളെ ഇടയ്ക്ക് കുളിപ്പിക്കണം. അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ വിളിക്കും, കുഞ്ഞ് എഴുന്നേറ്റ് കരയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. നീങ്ങിപ്പോവും, മറിഞ്ഞു പോവും, തുണിയെടുത്ത് മുഖത്തിടും. പിന്നെ ആ എനിക്കും സമയത്ത് തിരിയണം, നേരെ കിടക്കണം, ഫീഡ് ചെയ്യാൻ എഴുന്നേൽപ്പിച്ചിരുത്തണം, കുഞ്ഞിനെ എടുത്തു തരണം. കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ആ സമയത്ത് എഴുന്നേക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് ഇവർക്ക് തനിയെ ഇരിക്കാൻ പറ്റില്ല, കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല. അപ്പം മൊത്തം ആ സമയത്ത് എന്ന് വെച്ചാൽ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങും, ഞാൻ വിളിക്കും, പിന്നെ ചെയ്യാൻ തുടങ്ങും. മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീൻ്റെ ചെതുമ്പലൊക്കെ ആയിട്ട് ഓടി വന്നിട്ടുണ്ട് ഞാൻ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയായിട്ട് തമാശയായിട്ട് തള്ളിക്കളയുന്നു. പക്ഷെ ആ സമയത്ത് എന്ന് വെച്ചാൽ കരഞ്ഞു പോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഞാനെന്ന് വെച്ചാൽ നിന്ന് ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ദൈവത്തിന് എന്തിനാ ഇങ്ങനെ ജീവിതം തന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു പോയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. കാരണം ഡോറയ്ക്ക് ഓൾറെഡി അസുഖം ഉണ്ടെന്നുള്ള നമുക്ക് അറിയായിരുന്നു, നമ്മളതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഡോറയെ സ്വീകരിക്കുന്നത്. പക്ഷേ നമുക്ക് ജനിച്ച കുഞ്ഞിനും ഇങ്ങനത്തെ ഒരു അസുഖം കൂടി വന്നപ്പം ഇത് രണ്ടും കൂടെ ഒരേ സമയം വന്നപ്പം എനിക്ക് ഇതുപോലെ ആകുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മുടെ മൈൻഡില് നേരത്തെ എങ്ങനെയായിരുന്നോ ഡെലിവറി അങ്ങനെ നടക്കും വരക്കും ഇങ്ങനെ തളർന്നു പോകുന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തു കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്താ പറയുന്നത്, ഇപ്പം അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്തത് എനിക്ക് ദൈവം തന്ന പരീക്ഷണമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം അന്ന് ഞാൻ അത്രയും ബലം എന്നെ തന്നെ എനിക്ക് ബലപ്പെടുത്താൻ പറ്റിയതുകൊണ്ട് ഇപ്പം എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും എനിക്കതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ എൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടറായിരുന്നു, ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഇന്നത്തെ ക്യാരക്ടറല്ല, പണ്ടത്തെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടറായിരുന്നു, ഒരു മെച്യൂരിറ്റി ഇല്ലായിരുന്നു, ഒരു ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ചൈൽഡിഷ് ക്യാരക്ടർ ആണെങ്കിലും കുറച്ചുകൂടെ എനിക്ക് മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. ചിരിയും കളിയും തമാശയൊന്നും ഇല്ല. നേരത്തെ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കുട്ടിത്തം കാണിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പം പിന്നെ കുട്ടിത്തം ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ നേരത്തെ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കുറേ കാര്യങ്ങളിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാനാണെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുന്നത്, ചിന്തിച്ച് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി. നേരത്തെ എന്ന് വെച്ചാൽ കുറച്ച് എടുത്തുചാട്ടക്കാരനായിരുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ ചിന്തിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ അതങ്ങനെയല്ല, അയ്യോ അതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ അവരുടെ മുമ്പിൽ കിടന്ന് ഭയങ്കര കെഞ്ചി കേണൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴെൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കുക എന്നാൽ ശരി ആയിക്കോട്ടെ, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ക്യാരക്ടർ. അപ്പം അതിൽ നിന്ന് ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വരുന്നത്. അപ്പം അങ്ങനെ വന്നതിന് ശേഷം പിന്നെ അവിടുന്ന് ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് വരുമാനം വരുന്നത്. അതിനിടയ്ക്ക് വെച്ചിട്ടാണ് പിന്നെ മോനാണെങ്കിൽ പൊള്ളൽ വരുന്നത്. അങ്ങനെ വരുമാനം വന്നതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് 17 രൂപ, 20 രൂപ, 22 രൂപ, 23 രൂപ, 24 രൂപയിൽ വന്നിട്ട് വീണ്ടും പോയിട്ട് 17 രൂപ വന്ന് എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ഡോറ ഓക്കെ ആവും, ഇടയ്ക്ക് വെച്ച് ഡോറ ഓക്കെ ആവത്തില്ല, പ്രശ്നങ്ങൾ വീണ്ടും കൂടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും വീഡിയോ ഇടുന്നതിൽ ഡൗൺ ആവും. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ വീണ്ടും പേയ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വ്യത്യാസം വരും. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ രീതിയിലാണ് പേയ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ
എങ്ങനെ പറയാം, ആ സമയത്ത് പിന്നെ എല്ലാം ഏകദേശം ഓക്കെ ആയി വരുന്ന സമയത്താണ് നമ്മുടെ ഗബ്രൂട്ടനൊരു പൊള്ളൽ പറ്റുന്നതും പിന്നെ അതിന് സർജറിക്ക് ആവശ്യമായിട്ട് വന്നതും അത്രയും പൈസ നമുക്ക് ഇല്ലാതിരുന്നത്. ബാക്കിയുള്ള ഓരോ ആൾക്കാരോട് നമ്മൾ സഹായം ചോദിച്ചു. ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു, ഒരുപാട് പേര് കേട്ടോ. അത് കേരളത്തിൽ അതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ആ ഹെൽപ്പ് ചെയ്തവരെ കേരളത്തിലെ അറിഞ്ഞും ഒട്ടുമിക്ക ആൾക്കാരും അറിയാതെയും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് വിദേശത്തുനിന്ന് ഉൾപ്പെടെ നമ്മളെ. അതിൽ എന്താ പറയുന്നത്, അമേരിക്കയിലുള്ള ഒരു ആൻറ്റിയും ഒരു അമ്മയും ഉണ്ട് അമേരിക്കയിലുള്ള. ഇപ്പം ആ ആൻറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോഴും നമ്പരൊക്കെ ഉണ്ട് കേട്ടോ. ആൻറ്റിയുടെ പേര് മറന്നുപോയി. ആ ആൻറ്റി പ്രത്യേകം പറഞ്ഞു പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് വെച്ചാൽ ഓരോരുത്തർ പറഞ്ഞ് നിങ്ങൾ സ്ഥിരമായിട്ട് വീടാണ്. യൂട്യൂബേഴ്സ് തന്നെ നമുക്കറിയാവുന്ന പല യൂട്യൂബേഴ്സും പറഞ്ഞു, നമ്മളറിയാവുന്ന പല ഫ്രണ്ട്സും പറഞ്ഞു, നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗം ഇപ്പോൾ അതാണ്, നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കാരണം കൊണ്ടുപോകണം. നമുക്ക് പുറത്തു പോയി ട്രാവലിംഗ് വ്ളോഗോ അല്ലെ ഷോപ്പിംഗ് വ്ളോഗോ പുറത്ത് കറങ്ങാൻ അങ്ങൊന്നും ഇടാൻ എനിക്ക് പുറത്ത് പോയി ജോലിക്ക് ചെയ്യാനും പറ്റുന്നില്ല. എനിക്ക് പുറത്ത് പോയി ജോലി പറ്റുന്നില്ലാത്തതുകൊണ്ട് ചെയ്യാനും അപ്പം ഒരു അവസ്ഥ. നമുക്ക് നമ്മുടെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള മാത്രമേ ഞങ്ങളുടെ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും അന്നും ഇന്നും എല്ലാം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ റിയൽ നെയിം ആർക്കും അറിയത്തില്ല. പുറത്തിറങ്ങിയ എല്ലാ ഐഡി ഇപ്പോൾ ഡോറ ചേച്ചിയല്ലേ, ഡോറയല്ലേ, ഡോറമോളല്ലേ എന്നാണ് എൻ്റെ ഐഡന്റിറ്റി ഇപ്പോൾ ഡോറ. അതും കൂടെ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 കൊല്ലം കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിന് മുൻപ് ഒരു 5 കൊല്ലത്തോളം 4-5 കൊല്ലത്തോളം ഞങ്ങൾ ഫ്രണ്ട്സായിട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോറ ഇങ്ങനെ ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പം ഈ മുടിയൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ 2 കൊമ്പൊക്കെ വെച്ചിട്ടാണ് ഡോറ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കന്നേരം കണ്ടപ്പോൾ അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ അങ്ങനെ അവളെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഡോറ എന്നുള്ളത്. പക്ഷെ ഡോറയായിട്ട് ഒരു ബന്ധവുമില്ല. ഡോറയ്ക്ക് അങ്ങനെ മുടികെട്ടലും കാര്യമൊന്നും ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ മുടികെട്ടുന്ന കണ്ടിട്ടാണ് ഞാൻ ഡോറയെന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ അവൾ എന്നെ ബുജ്ജിന്ന് വിളിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ കോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡോറ. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് കോൾ ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹലോ ഒന്നും പറയത്തില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. എൻ്റെ ഫോണിൽ ബുജ്ജി എന്നും ഞാൻ ഡോറയെന്ന്. അതിപ്പോഴും ഞാൻ വൈഫി സേവ് ചെയ്തേക്കുന്നത്. നേരത്തെ ഡോറയും ബുജിയും അങ്ങനെയാണ് ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ അന്ന് തൊട്ട് ഞാനിങ്ങനെ ഡോറ എന്ന് വിളിച്ചിട്ട് അതല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് വേറൊന്നും വായി വരത്തില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് പിന്നെ എനിക്ക് ദേഷ്യം വരുമ്പോഴാണ് ഞാൻ അശ്വതി എന്ന് വിളിക്കുന്നത്. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ വിളിക്കും അശ്വതി എന്ന് വിളിക്കും. അല്ലാണ്ട് ഞാൻ മിക്കപ്പോഴും ഡോറ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പം ഇവളും എന്നെ ബുജ്ജിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് അമ്മമാരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവൾ ബുജ്ജി എന്നുള്ളത് മാറ്റിയിട്ട് അങ്ങ് ചായ എന്നാക്കി. പക്ഷെ എനിക്കിപ്പോഴും അത് മാറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഡോറ എന്നുള്ളത്. അപ്പം ബാക്കി ഇനി നമുക്ക് പറഞ്ഞു പോവാം. അങ്ങനെ നമ്മളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളും ഇട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇതുവരെ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് ഒരു കൈ കൂടെ ഇങ്ങനെ കിട്ടും, മറ്റൊരു കൈ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം പക്ഷെ ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇപ്പം 35 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഈ 35 വയസ്സിനിടയ്ക്ക് ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാസം എങ്ങനെ പോയാലും ഒരു 60,000 രൂപ വരെ എനിക്ക് ശമ്പളം കിട്ടിയിരുന്ന മാസങ്ങളുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സെയിൽസ്മാനായിട്ട് നിന്നിട്ടുണ്ട്, സെയിൽസ് മാനേജറായിട്ട് നിന്നിട്ടുണ്ട്, ഫ്ലോർ മാനേജറായിട്ട് നിന്നിട്ടുണ്ട്, ബില്ലിങ്ങിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ കുറേ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു IT കമ്പനിയിൽ ഇങ്ങനെ ചായയൊക്കെ സപ്ലൈ ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി ആയിരുന്നു ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആയുർവേദ നേഴ്സിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനാണെങ്കിൽ എറണാകുളത്തൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഈ അമ്മച്ചിമാരെ അപ്പച്ചമാരെ പ്രായം ചെന്നവരെ നിർത്തിയിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ ആണെങ്കിൽ കെയർ ടേക്കറായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ കൊട്ടിയത്താണ് ഹോളി ക്രോസിലെ ക്യാൻറ്റീനിൽ വെയിറ്റർ എന്ന് പറയാൻ പറ്റില്ല, ക്ലീനർ എന്ന് പറയാം, അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ വർക്കും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും കാലത്ത് ഓരോ വർക്കും ചെയ്തതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഇതൊന്നും ചെയ്തപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ചിലപ്പോൾ അത് സേവ് ചെയ്യാൻ പറ്റില്ല, നല്ല ശമ്പളം കിട്ടുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ SSLC വരെ പോയിട്ടുള്ളൂ. SSLC പാസ്സാണ്, അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ എന്താ പറയുക, വേറെ കോഴ്സുകളൊന്നും എനിക്ക് ഇലക്ട്രീഷ്യൻ ആവാനായിരുന്നു ആഗ്രഹം. അപ്പം അതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കുറേ അങ്ങനത്തുള്ള കുറേ പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തതിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, എൻ്റെ കുടുംബത്തിനെ സുരക്ഷിതമായിട്ട് നിർത്തിക്കൊണ്ട്, എനിക്ക് കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ കളിച്ചിരിയിൽ കൂട്ട് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ യൂട്യൂബ് ചാനലാണ് കിട്ടിയത്. ഞാനത് മെയിനായി എൻ്റെ ഒരു വർക്കായിട്ട് ഞാൻ ഏറ്റെടുത്തു. പലരും കളിയാക്കാറുണ്ട്, ഭാര്യയെ വിറ്റ് ജീവിക്കുന്നു, പിന്നെന്താ മടിയനായതുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കാറുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഞാനൊരു മുതൽ മുടക്കും ഇല്ലാതെ, അല്ലെങ്കിൽ ഞാൻ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ് ഇത്. ആരും അറിയപ്പെടാതെ കടന്നിരുന്നേരുന്നു. ഞാൻ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങി റീച്ചായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയത് പലരും. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്കാണെങ്കിൽ എന്തെങ്കിലും കിട്ടും എന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലാതെ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലായിരുന്നു. ഒരു ചെറിയ ടൈം പാസ് പോലെ തുടങ്ങി, അത് ഇന്നത്തെ എൻ്റെ മെയിൻ വരുമാനമായി മാറി. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം പുറത്തു പോയി ജോലി ചെയ്യുന്നു അത്രയും തന്നെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ട്. അത് നമുക്ക് 2 ചാനലുണ്ട്, ഒന്ന് കേരള ബ്രദേഴ്സ്, ഒന്ന് നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള ഡോറ ബുജി ക്യൂട്ട് ഫാമിലി. അപ്പം ഈ ചാനലിന് രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, 2 ചാനലിന് വേണ്ടി. അതിൻ്റെ ഒരു ഫലം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ന് നിങ്ങൾ കാണുന്ന ഞങ്ങൾ ഇന്നിരിക്കുന്ന ഈ ഷെഡ്, ഇപ്പോൾ ഷെഡ് നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സുരക്ഷിതത്തോടു കൂടി ഒരു ഷെഡ് വെക്കണമെന്ന് കുറഞ്ഞൊരു 1.5-2 ലക്ഷം രൂപയെങ്കിലാവും, നിങ്ങൾക്കറിയാവുന്നവർ. ഇന്ന് ഈ ഷെഡ് വെക്കാൻ എനിക്ക് ഒരു കൈത്താങ്ങായി നിന്നത് ഈ യൂട്യൂബ് ചാനലിലെ വരുമാനം തന്നെയാണ്. പിന്നെ ഡോറയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഇവിടെ എത്തിക്കുന്നതും ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഗബ്രൂട്ടൻ ഇന്ന് ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കുന്നെങ്കിൽ അത് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ വരുമാനം മാത്രമല്ല, ഈ യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന ഓരോ ആൾക്കാരുടെയും സഹായം കൊണ്ടുമാണ്. അതും നമ്മുടെ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് നമുക്ക് വന്നത്. അപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് നഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഞാൻ ആരെയും കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, കൊലപ്പെടുത്തിയിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, ഞാൻ വേണ്ടാതീനം ഒന്നും കാണിച്ചിട്ടില്ല. കഷ്ടപ്പെട്ട് മാന്യമായിട്ട് വീഡിയോ ഇട്ട് തന്നെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. ഒന്നും മോശമാണെന്ന് പറയത്തക്ക രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് നാളിതുവരെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ നാളിതുവരെ എനിക്ക് പല രീതിയിലുള്ള മോശ അനുഭവങ്ങൾ യൂട്യൂബിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളേറെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്നൊരു വാക്കാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവളെ ഉപേക്ഷിക്കും, ഇവന് മടുക്കുമ്പോൾ ഇവളെ കളഞ്ഞിട്ട് പോകും, പണത്തിന് വേണ്ടിയിട്ടാണ്, പണം കിട്ടിക്കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകും. ഇന്നിപ്പോൾ 4 കൊല്ലമായി ഞങ്ങളുടെ ഈ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും എനിക്ക് എൻ്റെ മൈൻഡിൽ അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ മൈൻഡിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതിനെ എന്തായാലും കാണിക്കും എൻ്റെ പാർട്ട്ണറോട്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ അങ്ങനെയൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ പാർട്ട്ണർക്ക് ഇതുവരെ അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് പിന്നെ പറയേണ്ടത് അവളാണല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഒന്നും കാണിച്ചില്ല. കാരണം പേയ്മെൻ്റ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യമാണെങ്കിലും എല്ലാം അവളുടെ കയ്യിലാണ്. ഇപ്പം എനിക്ക് ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറയും, എടി അവിടെ പോവാണ് 500 ഇട്ടേക്കണേ, അല്ല 1000 എൻ്റെ ക്യാഷറാണ് ക്രിസ്റ്റീന പൈസ ചോദിക്കാൻ വല്യപ്പ വിളിക്കുന്നേ. പിന്നെ പറഞ്ഞു അതെ എനിക്ക് അവിടെ അറിയാം വല്യമ്മേന്റെ വല്യപ്പ അതിനെ വിളിക്കുന്നേ. ഈ ചാനലിൻ്റെ ലൈസൻസ് മാത്രമേ ഉള്ളൂ എൻ്റെ പേരിൽ, ബാക്കിയുള്ള സകല സാധനങ്ങളും ഡോറയുടെ പേരിൽ തന്നെയാണ്. വരുമാനം വരുന്നതും അത് ചിലവാക്കുന്നതും എത്രയാണെന്നും എങ്ങനെയാണെന്നും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കണക്ക് പറയുന്നതല്ല, അങ്ങനെയല്ല, ഞങ്ങൾ ഇത് വന്നു കഴിയുമ്പം ഷെയർ ചെയ്യും. ഇത്ര രൂപ വന്നു, ഇത്ര രൂപ ഉണ്ട്. അത് ഇതിൻ്റെ എന്നല്ല, ആരെന്ത് അങ്ങോട്ട് ഇട്ടാലും ഇങ്ങോട്ട് ഇട്ടാലും അങ്ങനെ എൻ്റെ എന്തിനാ എൻ്റെ പെൻഷൻ വന്നപ്പോൾ ഞാൻ പറയും വന്നില്ല, വന്നോട്ടോ വന്നോട്ടോ. ഞാൻ അങ്ങനെ ശീലിച്ചു. ഞാനെല്ലാം അങ്ങനെ അല്ല, ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട്. അത് എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ ചെറിയൊരു ഇന്ന് ഞങ്ങൾ തുണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോന് വേണ്ടിയിട്ട് റിദൂസിന് വേണ്ടിയിട്ട് തുണി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കയറിയ സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് നാസ് ഇങ്ങനെ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിനെ മൈനാപ്പള്ളി വെച്ച് കണ്ടു. അപ്പം എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ ഇവള് കണ്ടില്ല കേട്ടോ. ഞാൻ വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു അതാ പോയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എന്നെ ഫോണിൽ ആരെങ്കിലും വിളിച്ചാൽ പോലും അതുവരെ അവൾക്കറിയാം. ഞാൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടോട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയമോ കാര്യങ്ങളോ എൻ്റെ എക്സുകളൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. 1-2 എക്സൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം അവൾക്ക് അറിയാം. അവളതിന് പറയും. അപ്പം എന്നുവെച്ചാൽ അങ്ങനെ റോങ് ആയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്ത് ഷെയർ ചെയ്യാറുണ്ട്, ഇവൾ എൻ്റെ അടുത്തും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുവരെയും പ്രത്യേകിച്ച് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം
ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാളെ ഇന്ന് വരെ ഉള്ള ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ കിട്ടുന്ന ഈ യൂട്യൂബ് വരുമാനം എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ കിട്ടുന്ന യൂട്യൂബ് വരുമാനം നമുക്കെന്ന് വെച്ചാൽ 40-ന് താഴെയാണ് ഇപ്പം നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടുന്നത്. കാരണം നമ്മളിപ്പോൾ ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ, ലോങ് വീഡിയോസ് ഇടുന്നത് കുറവാണ്. മേ ബി ഇനി ലോങ് വീഡിയോസ് ഇടുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വരുമാനം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ വ്യൂവേഴ്സും കൂടെ വേണം. ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലപ്പോൾ 8K, ചിലപ്പോൾ 6K, ചിലപ്പോൾ 10K, ചിലപ്പോൾ 20K ഒക്കെയാണ് നമ്മുടെ വ്യൂവേഴ്സ്. കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് വരുന്നത് 5 തൊട്ട് 20, 23 അല്ലെങ്കിൽ 30 ഇതിനിടയ്ക്കാണ് നമുക്ക് വ്യൂവേഴ്സ് കിട്ടുന്നത്. 30K വരെ ഇല്ല. അപ്പം ഇതിനിടയ്ക്കാണ് നമുക്ക് വ്യൂവേഴ്സ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നമുക്ക് വരത്തുള്ളൂ. പിന്നെ നമ്മുടെ ഷോർട്സ് നോക്കുകയാണെങ്കിൽ 100K അല്ലെങ്കിൽ 200K ഇതൊക്കെയാണ് നമുക്ക് വരുന്ന വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വരുമാനം അതിനനുസരിച്ചേ വരത്തുള്ളൂ. ഈ 100Kയും 200K ഒന്നും കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഷോർട്സിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടത്തില്ല. ഷോർട്സ് ചിലപ്പോൾ ഒരു 3-4 ഷോർട്സ് ഇടുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന $2, $3 ഒക്കെ ആയിരിക്കും ഒരു ദിവസം നമുക്ക് കിട്ടുന്നത്. അത് $2, $3 ഒന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പം എന്താ പറയുക, ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ 40-നകത്ത് ഇപ്പം കിട്ടുന്നത്. 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക 35 പോലും ചില സമയത്ത് കിട്ടാറില്ല കേട്ടോ. 32, കഴിഞ്ഞ മാസം കിട്ടിയത് 22 സംതിങ് അങ്ങോട്ടാണ് കഴിഞ്ഞ മാസം നമുക്ക് കിട്ടിയത്, യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. അപ്പം നമുക്ക് എന്താ പറയുക, ആ ഒരു രീതിയിലാണ് നമ്മുടെ വരുമാനം. മനസ്സിലായി. നമുക്കിപ്പം കുറച്ച് നാളായിട്ട് ഒരു മാസം മാത്രം നമുക്ക് 40 അങ്ങോട്ട് കിട്ടുള്ളൂ. പിന്നെ മൊത്തം കിട്ടിയേക്കുന്ന 30, 32 അല്ലെങ്കിൽ 26, 22 ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ നമ്മുടെ വരുമാനം. നമ്മൾ ലക്ഷങ്ങളൊന്നും സമ്പാദിക്കുന്നു. ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ കാര്യം നോക്കുന്നത്, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു, പിന്നെന്താ പറയുക, പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞങ്ങൾ മാക്സിമം എത്രത്തോളം ചിലവ് ചുരുക്കി, എത്രത്തോളം ചിലവ് പിടിച്ച് നമുക്ക് ജീവിക്കാമോ ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ കടബാധ്യതയോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല. പക്ഷേ എന്താ പറയുക, ഞങ്ങളുടെ സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങൾ സേഫായിട്ട് ഞങ്ങൾ പണയക്കടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ലക്ഷ്യം വെച്ചാൽ സ്വർണ്ണങ്ങൾ പയ്യെ എടുക്കുക, പിന്നെ എവിടെയെങ്കിലും വീട് വാങ്ങിക്കുക. ഈ ലോണുകളെല്ലാം ക്ലോസ് ചെയ്യണം. ലോണുകളെല്ലാം ക്ലോസ് ചെയ്തിട്ട് വണ്ടിയുടെ EMI ഉണ്ട്. അപ്പം ലോണുകളെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം സ്വർണ്ണങ്ങളെല്ലാം പണയത്തിന് എടുക്കുക, പിന്നെ എവിടെയെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുക, ഒരു കുട്ടി വീട് വെക്കുക. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യത്തിൽ ഇപ്പൊ പുറത്തു പോയി കഴിയുമ്പോൾ പൂട്ടിക്കിടക്കുന്ന വീടൊക്കെ പുറത്തു പോയ പണ്ടൊക്കെ പുറത്തു പോകുമ്പോഴത്തേനും ആണെങ്കിൽ ടോപ്പുകള്, മാല, വളയൊക്കെ ആയിരുന്നു നോക്കുന്നത്. കല്യാണം ആയി കഴിഞ്ഞപ്പോഴത്തേനും പാത്രങ്ങളൊക്കെ ഇല്ല, അടുക്കള സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ. പക്ഷെ ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു വീട് ഉണ്ട് ചായ, ഇതുപോലത്തെ ഒരു വീട് മതിയായിരുന്നില്ല ചായ. ഇപ്പൊ ഈ ഒരു കൊല്ലം ആയതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് വീട് വേണം എന്നൊരു ആഗ്രഹം വന്നു. ഇതിനു മുമ്പ് അങ്ങനെ വീട് വേണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു കൊല്ലമായിട്ട് വീട് വേണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കഷ്ടപ്പെടുവാണ്. എങ്ങനെയൊക്കെ പൈസ ഒപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ പൈസ ഒപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തുടങ്ങിയതാണ് നമ്മുടെ ഫാം. അപ്പോൾ ഫാമിൻ്റെയും ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കേരള ബ്രദേഴ്സ് ഇടുന്നതായിരിക്കും. കാരണം നമ്മൾ ഫാമിൻ്റെ ചെറിയതായിട്ട് ഫാം ഒന്ന് നിർത്താൻ പോവുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ നമ്മൾ കേരള ബ്രദേഴ്സിലൂടെ പറയാം. നമ്മുടെ ഫാം പൂർണ്ണമായിട്ട് നിർത്തുന്നില്ല, എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചവിട്ടിപ്പിടിച്ച് നിർത്താൻ വേണ്ടി പോവുകയാണ്. ആ റീസൺ എന്താ നമ്മൾ കേരള ബ്രദേഴ്സിൽ പറയാം. അപ്പോൾ ഈ ഫാം ആണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും കേരള ബ്രദേഴ്സ് ഒക്കെ തുടങ്ങിയത് ഒരു വസ്തു വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. പറഞ്ഞു അല്ല, എനിക്ക് ഇതിനകത്ത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ വരുമാനം കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ നമ്മളെ ഒരുപാട് പേര് അറിയാൻ പറ്റും. നമ്മൾ എവിടെ ചെന്നാലും, ഇപ്പം ഏതൊരു ഫങ്ഷൻ ആയിക്കോട്ടെ, കടയിലായിക്കോട്ടെ, നമ്മൾ റൂട്ടിൽ കൂടെ പോകുമ്പോൾ പോലും അങ്ങനെ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നത് അത് യൂട്യൂബിൽ വന്നതിന് ശേഷമാണ്. അത് എനിക്ക് വളരെ കുട്ടികൾ വരെ നമ്മളെ തിരിച്ചറിയുന്നു. ഇന്ന് ഞങ്ങൾ ബർത്ത്ഡേ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ആദ്യം വരവേറ്റത് ഒരു പൊന്നുമോന. അവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിൻസിൻ്റെ ഒക്കെ പ്രായം കാണുമെന്ന് തോന്നുന്നു കേട്ടോ. അവനിങ്ങനെ ചിരിച്ചോണ്ട് യൂട്യൂബേഴ്സ് അല്ലേ അവിടെയാട്ടോ, അങ്ങനെ ചോദിച്ചായിരുന്നു. അവൻ അങ്ങോട്ട് കൈ കൊണ്ട് കാണിച്ചത് അവിടെയാട്ടോ. അവനെ വന്ന് കേക്കൊക്കെ തന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അറിയുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ വന്നതിന് ശേഷം വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില വൃത്തികെട്ടവന്മാരും ചില സ്ത്രീകളാണ് കേട്ടോ കൂടുതലും അനാവശ്യം. ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അനാവശ്യമായ വാക്കുകളും വൃത്തികേടുകളും പറയുന്നത്. അത് ഞാൻ ഒരു കാര്യം പറയാം,
ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് പെരുമാറുന്നത്. എൻ്റെ അടുത്തെങ്ങാനും വന്ന് നിന്ന് ഇമാതിരി വർത്താനം കാരണം പറഞ്ഞിരുന്നെങ്കിൽ അടിച്ചു പൊട്ടിക്കും ഞാൻ അവളുടെ എൻ്റെ എല്ലാം തനി അവന്റെ. കോണം ഞാൻ എടുത്തേനെ. ഞാൻ പക്ഷേ യൂട്യൂബ് ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് കുട്ടികളുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ചേച്ചിമാരും കൂടുതലും അമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരാ കാണുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ പരമാവധി മാന്യമായിട്ട് ഒതുങ്ങിപ്പോകുന്നത്. എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നാണം കെടുത്തി തൊലി ഉരിച്ച് നട്ടെല്ലൊടിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. അതാണ് എൻ്റെ ഇന്നും സ്വഭാവം. ഞാൻ ഈശാന്റെ അടുത്ത് പറഞ്ഞു, നമ്മള് ഫോണിലൂടെ നമ്മുടെ കുറച്ച് മിനിറ്റത്തെ വീഡിയോ അവർ കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ എങ്ങനെയാണെന്നുള്ളതും നമ്മുടെ ഉള്ളിലെ വിഷമവും സങ്കടങ്ങളും ഒന്നും അവരറിയുന്നില്ല. അവർക്ക് ഇതുപോലുള്ള അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് അവർക്ക് എങ്ങനെ പോകാം. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഒരു വാക്ക് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ സാധാ എനിക്ക് കമന്റ്. പക്ഷെ ദേഷ്യം വന്നു. എനിക്ക് പക്ഷെ ദേഷ്യം തോന്നിയില്ല, സങ്കടം തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. ഞാൻ മൈൻഡേ ആക്കിയ ഇച്ചാൻ. പക്ഷെ ആ വീഡിയോ ചെയ്ത സമയത്താണ് ഞാൻ പോലും ആ ഒരു കമന്റ് കാണുന്നത്. ഇപ്പം ഞാനങ്ങനെ കമന്റ് ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷെ അന്ന് പറഞ്ഞ തന്നെ നമ്മളുമായിട്ട് ഒരു പരിചയം ഇല്ലാത്തവരാണ് ഇത്രയും, അതും സ്ത്രീകൾ തന്നെയാണ് ഇത്രയും വൃത്തികെട്ട കമന്റുകൾ എഴുതുന്നത്. എന്തിനാണ്? വെറുതെ സ്ക്രോൾ ചെയ്ത് വിട്ട് കാണാതിരുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് അനാവശ്യങ്ങൾ ഇതുപോലെ എഴുതിയിടുന്നത്? നമ്മളാരും ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ മാറ്റി വിടുക. ഇത് മാത്രമാണ്. റിയാക്ഷൻ വീഡിയോ അല്ല. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞു പറ്റുക. ഇത് മാത്രമാണ് യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെടാതെ വന്ന കാര്യം. നമുക്ക് മാത്രമല്ല കേട്ടോ, മിക്ക യൂട്യൂബേഴ്സിനുള്ള ഒരു അനുഭവം അത് ഞാൻ തന്നെയാണ്. പറയാൻ വരുമായിരുന്നു. മിക്ക യൂട്യൂബേഴ്സിനുള്ള ഒരു അനുഭവമാണ് ഈ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ. നമുക്ക് സഹിക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത വാക്കുകളെ ചില സമയത്ത് ഉപയോഗിക്കും. ഇന്നാണെങ്കിൽ ഡോറേനെ വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതിനെതിരെ ഇന്ന് ഞാൻ പ്രതികരിച്ചത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇപ്പം കുറേ നാളായിട്ട് റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കും. ഇവിടെ എന്നെ കമൻറ്റ് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ നിനക്ക് എന്താ വേറെ പണിയില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഡോറേനെ വിളിച്ച ആ ഒരു വാക്ക്, അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സാധാരണ റിയാക്ട് ചെയ്യാതിരിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് ഞാനാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് മറുപടി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ അനുഭവിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ താല്പര്യമുള്ളവർ മാത്രമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങൾ ഇതാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. ബൈ.